നമസ്കാരം. ബിൽഡിംഗ് ഇൻഫോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 500 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം വരുന്ന പ്ലാനും അതിന്റെ 3D എലിവേഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീട് ഫേസ് ചെയ്യുന്ന കിഴക്ക് ഭാഗത്തേക്കാണ്. ആകെ മൊത്തം പ്ലോട്ട് 2.5 സെന്റാണ്. വീടിന്റെ വീതി വരിക 614, നീളം 758 സെന്റിമീറ്റർ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിനെ പറ്റിയും അതുപോലെ തന്നെ പ്ലാനിനെ പറ്റിയും പറയാനുള്ളത്. ഈ ഒരു പ്ലാനിന്റെ ഫുൾ മെഷർമെന്റ് അടങ്ങുന്ന ഫോട്ടോ വീഡിയോന്റെ അവസാനം ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം 3D എലിവേഷൻ കാണാം. ശേഷം ഹാഫ് 3Dയിൽ ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിനു ശേഷം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇതാണ് പ്രൊജക്ടിന്റെ 3D എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ബജറ്റ് ഹോം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ എന്നാൽ ഭംഗിയിൽ തീരെ കുറവില്ലാതെയാണ് ഈ ഒരു ഡിസൈൻ പൂർത്തീകരിച്ചത്. കളർ പാറ്റേൺ വരുന്നത് ബ്രൗണും വൈറ്റും ആണ്. പാരപ്പറ്റിൽ GI പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു 3D എലിവേഷനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഹാഫ് 3Dയിൽ ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇതാണ് പ്രൊജക്ടിന്റെ ഹാഫ് 3D ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹാഫ് 3D എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് ടോപ്പ് നിന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതിനാണ് ഹാഫ് 3D എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സിറ്റ് ഔട്ടിലേക്ക് കിടക്കാം. 312 140 സിറ്റ് ഔട്ടിന്റെ സ്പേസ് വരുന്നത്. 2 ചെയറാണ് സിറ്റ് ഔട്ടിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ഡോറിന് ഇരുവശങ്ങളിലായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലിവിംഗ് റൂം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കാം. ലിവിംഗ് റൂമും ഡൈനിങ്ങും തമ്മിൽ പാർട്ടീഷൻ ഒന്നും വരുന്നില്ല. ഒറ്റ റൂമിൽ തന്നെയാണ് ലിവിംഗ് കം ഡൈനിങ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 290 282 സ്പേസ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ 3 സീറ്റർ സോഫയും അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് വാളിലാണ് TV യൂണിറ്റ് വരുന്നത്. 32 ഇഞ്ചിന്റെ TV ആണ് ഈ ഒരു പ്രൊജക്റ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഒരു 4 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഡൈനിങ്ങിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഫസ്റ്റ് ബെഡ്റൂമിന്റെ സ്പേസ് വരുന്നത് 258 270 കിങ് സൈസ് കോട്ട് ഡബിൾ കോട്ടാണ് കൊടുക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വാർഡ്രോബിന്റെ ഡോറ് സ്ലൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡോറ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന വാളിലാണ് ഈ ഒരു 3 പാളി വിൻഡോ കൊടുക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. സെക്കൻഡ് ബെഡ്റൂമിന്റെ സ്പേസ് 290 270 കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഇതിന്റെ ഹെഡ് ബോർഡ് കൊടുക്കുന്നത്. ഇവിടെ സ്ലൈഡിംഗ് വാർഡ്രോബ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 പാളി വീതം വിൻഡോ ആണ് വെളിച്ചത്തിനായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഈ ഒരു പ്ലാനിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ സ്പേസ് 258 220 ഡോർ തുറന്ന് കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് L ഷേപ്പിൽ സ്ലാബ് അടിച്ചിട്ടുള്ളത്. സിങ്കും ഗ്യാസും ഫ്രിഡ്ജും തമ്മിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കിച്ചണാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ലാബിന് താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മേളിൽ ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടൊരു 2 പാളിൻ്റെ വിൻഡോ ആണ് വെളിച്ചത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ നമുക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഈ ഒരു പ്ലാനിൽ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂംസിനൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം സ്പേസുള്ളൊരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുക്കുന്നത്. 130 180 കോമൺ ടോയ്ലറ്റിന്റെ സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് യൂറോപ്യൻ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വെന്റിലേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 500 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം വരുന്ന പ്ലാനും അതിന്റെ 3D എലിവേഷനും ശേഷം നമ്മൾ ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിനു ശേഷമുള്ള ഹാഫ് 3Dയും കണ്ടു. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ ഉപകരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഒരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപ് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായ പ്ലാനുകളും നല്ല ഭംഗിയുള്ള 3D എലിവേഷൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. ഇനിയിപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾ മെഷർമെൻ്റ് അടങ്ങുന്ന ഫോട്ടോയാണിത്. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ PDF ആവശ്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.